പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞ് സ്നേഹിതർക്ക് ക്രിസ്തുവേശുവിൽ വന്ദനം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏപ്രിൽ മാസം 23 മുതൽ മെയ് മാസം ഏതാണ്ട് 2 ആഴ്ച പൂർത്തിയാകുന്നതുവരെ വിവിധ ദേവാലയങ്ങളിലായി ലോകമെമ്പാടുമുള്ള പുരാതന സഭകളിൽ, പ്രത്യേകിച്ചും ഓർത്തഡോക്സ് സഭകളിൽ, പരിശുദ്ധ ഗീവർഗീസ് സഹോദരയുടെ ഓർമ്മ പെരുന്നാൾ വളരെ അനുഗ്രഹകരമായി നടക്കുകയായിരുന്നു. അത് ആഘോഷമാക്കുകയായിരുന്നു. ഈ സന്ദർഭത്തിൽ ഈ വർഷം തുടർച്ചയായി വിവിധ ദേവാലയങ്ങളിൽ ഗീവർഗീസ് സഹോദരയുടെ ഓർമ്മ പെരുന്നാൾ നടത്തുന്നതിന്, അതിന് മുഖ്യ കാർമ്മികനായിരിക്കുന്നതിന് ദൈവം എനിക്ക് അവസരം തന്നു. സഹോദരയുടെ മധ്യസ്ഥത അതിന് വളരെ അനുഗ്രഹകരമായി തീർന്നു. ഈ സന്ദർഭത്തിൽ, ഈ ദിവസങ്ങളിൽ എൻ്റെ ശ്രദ്ധയിൽ വന്ന 2 പ്രാർത്ഥനാ ശകലങ്ങൾ വളരെ സവിശേഷമായ അർത്ഥം വഹിക്കുന്നതാണ്. ഇന്നേ ദിവസം അതിൽ ഒന്നാമത്തെ പ്രാർത്ഥന നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരികയാണ്. വിശുദ്ധ കുർബാനയുടെ തക്സായിൽ നിന്നുള്ളതാണ് ഈ പ്രാർത്ഥന. ആചാര്യന്മാർ ചൊല്ലുന്ന, വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന കുർബാനയുടെ ക്രമം തക്സ എന്ന് പറയും. ആ തക്സ, ദ ഓർഡർ ഓഫ് ദ ഹോളി ലിറ്റർജി ഓഫ് ദ യൂക്കറിസ്റ്റ്. ആ തക്സാകൾ ധാരാളമുണ്ട്. 100 ചില്ലുവാനും തക്സാകളോളം ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഒരു തക്സ ക്സോസ്തോസിൻ്റെ തക്സായാണ്. ക്സോസ്തോസ് 4-ാം തുബ്ദേനിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: കർത്താവേ, നിൻ്റെ പരിശുദ്ധന്മാർക്കായി നീ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെയും വിശ്വാസികളായ ഞങ്ങളുടെ പരേതരെയും കൃപയോടെ യോഗ്യരാക്കി തീർക്കണമേ. നിൻ്റെ പരിശുദ്ധർക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെയും വിശ്വാസികളായ ഞങ്ങളുടെ പരേതരെയും യോഗ്യരാക്കി തീർക്കണമേ. ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ അടിവരയിടുന്നു. ഒന്ന്, പരിശുദ്ധന്മാർക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വലിയ കൃപ. എന്താണ് ഈ പ്രാർത്ഥനയിലൂടെ ഉദ്ദേശിക്കുന്നത്? കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ കല്ലറകളിൽ നിക്ഷേപിച്ചിരിക്കുന്ന നമ്മളുടെ ശരീരം അത് മണ്ണോട് ചേർന്നു. ആത്മാവ് വന്ന് ഈ ശരീരവുമായി പുനർയോജിച്ച് അത് തേജസ്കരിക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. കർത്താവിൻ്റെ 2ാമത്തെ വരവിലുള്ള അനുഗ്രഹകരമായൊരു കൃപയാണ് വിശ്വാസികളായി നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ ഭാഗ്യാവസ്ഥയാണ്, സംശയമൊന്നുമില്ല. എന്നാൽ അതേ സമയം തന്നെ ഈ മഹാകൃപ എന്നുള്ളതിന് വേറൊരു അവസ്ഥ കൂടെ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് മരണസന്ദർഭത്തിൽ വേർപെടുന്നു. ഈ ആത്മാവിനെ മാലാഖമാരും പരിശുദ്ധന്മാരും വന്ന് സ്വീകരിച്ച് ദൈവതിരുസന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നു. ദൈവതിരുസന്നിധിയിൽ എണ്ണിക്കൂടാനാവാത്ത വലിയ പുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കുരുത്തോലയേന്തി സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമാണ് രക്ഷ എന്ന്
ആർത്ത് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് നിൽക്കുകയാണ്. ഈ ഒരു വലിയ സംഘത്തോടെ, ഈ ഒരു വലിയ പരിശുദ്ധന്മാരുടെയും പരിശുദ്ധ മാലാഖമാരുടെയും ഗണങ്ങളോട്, സംഘങ്ങളോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു വലിയ കൃപയാണ് ഇവിടെ മഹാകൃപ എന്ന് ഈ പരിശുദ്ധൻ ആ പുസ്തകത്തിൽ ആ തക്സായിൽ രേഖപ്പെടുത്തുന്നത്. ഈ പ്രാർത്ഥന 4-ാം തുബ്ദേൻ കഴിഞ്ഞതിന് ശേഷം അതിന് പ്രതിസ്പന്ദിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ആചാര്യൻ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ പ്രത്യേകം ചിന്തിച്ചു കൊള്ളണം. 4-ാം തുബ്ദേൻ അപ്പോസ്തോലിക പിതാക്കന്മാരെ പ്രത്യേകമായി ഓർക്കുകയാണ്. കന്യകമറിയാമിനെ, യോഹന്നാൻ മാബ്ദാനിയെ, സ്തേഫാനോസ് ഷമ്മാശനെ, പത്രോസ് പൗലോസ് ശ്ലീഹന്മാരെ, ഭാരതത്തിൻ്റെ അപ്പോസ്തോലൻ മാർത്തോമാ ശ്ലീഹായെ, അങ്ങനെ അപ്പോസ്തോലിക പിതാക്കന്മാർ, അതാണ് 4-ാം തുബ്ദേനിൽ പ്രത്യേകം നമുക്ക് കാണാനാവുക. പരിശുദ്ധന്മാർക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മഹാകൃപ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ തലം ദൈവസന്നിധിയിൽ, ഞാൻ സൂചിപ്പിച്ചതുപോലെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന പരിശുദ്ധന്മാരുടെ സംഘത്തെ സംബന്ധിച്ചാണ്, ഗണങ്ങളെ സംബന്ധിച്ചാണ്. അവരോട് ചേർന്ന് കലർന്നു നിന്നുകൊണ്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുവാനുള്ള ഒരു വലിയ നിയോഗവും ഭാഗ്യവുമാണ് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോകുന്ന വിശ്വാസികളായ ഏവർക്കും ഉണ്ടാവുക. ഇത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. സാധാരണയായി ഈ ലോകം വിട്ടുകഴിഞ്ഞ ശേഷമുള്ള നമ്മളുടെ സൗഭാഗ്യകരമായ അനുഗ്രഹീതമായ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ എല്ലാവരും പുനരുദ്ധാനം ചെയ്ത് ആത്മാവും ശരീരവും തമ്മിൽ യോജിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ആ വലിയ ഭാഗ്യാവസ്ഥയെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. എന്നാൽ നമ്മളുടെ ആരാധനയിൽ, പ്രാർത്ഥനകളിൽ, സംസ്കാര ശുശ്രൂഷകളുടെ പ്രാർത്ഥനകളിൽ പ്രത്യേകിച്ചും ഊന്നിപ്പറയുന്ന ഒരു കാര്യം, ശരീരം വിട്ട് ദൈവസന്നിധിയിലേക്ക് ആത്മാവ് സ്വീകരിക്കപ്പെടുന്നു. വിശ്വാസികളായ എല്ലാ പരേതരുടെയും ആത്മാക്കൾ ദൈവതിരുസന്നിധിയിലേക്ക് ആനയിക്കപ്പെട്ടവിടെ നിൽക്കുകയാണ്. വിശുദ്ധിയുടെ പ്രതീകമായ വെള്ള നിലയങ്കി ധരിച്ചും പ്രത്യാശയുടെ പ്രതീകമായ കുരുത്തോല പിടിച്ചും, രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്നവർ രാപ്പകൽ ആർത്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്ന മഹാകൃപ. ഇത് നമ്മൾ പ്രത്യേകമായി അടിവരയിട്ട് നമ്മൾ ഓർക്കണം. മരണമെന്നുള്ളത് ഒരു പൂർണ്ണവിരാമമല്ല, അതൊരു ചെറിയ വിരാമം മാത്രമാണ്, ഒരു കോമ മാത്രമാണ്. അതിൽ ശ്രേഷ്ഠമായ ഒരു വലിയ അനുഗ്രഹാവസ്ഥയിലേക്ക് മരണം കഴിഞ്ഞ് നമ്മൾ സ്വീകരിക്കപ്പെടുകയാണ്. ആ വലിയ സൗഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നിൽക്കുവാനുള്ള ഭാഗ്യം, ദൈവസാന്നിധിയിൽ നിൽക്കുന്ന പരിശുദ്ധന്മാരോട് കലർന്നു നിൽക്കുവാനുള്ള വലിയ ഭാഗ്യം. അതാണ് മഹാകൃപ എന്ന് പ്രത്യേകമായി പറയുന്നത്. ഇത് നമ്മളുടെ വിശ്വാസം ആഴമാക്കേണ്ടതുണ്ട്. ഒരു പരിശുദ്ധനെ ഓർക്കുന്നു, ഗീവർഗീസ് സഹദായെ ഓർക്കുമ്പോൾ സഭ നമ്മളോട് പറയുകയാണ്, ഈ പ്രാർത്ഥനയിലൂടെ പറയുകയാണ്, നീ ആ വലിയ ഗണത്തോട്, നിരയോട് ചേർന്ന് നിൽക്കുവാനാണ് നിൻ്റെ നിയോഗവും നിൻ്റെ വിളിയും. ഈ ലോകത്തിലെ ദൗത്യം പൂർത്തീകരിച്ച ശേഷം മരണം വഴിയായി സൗഭാഗ്യമകരമായ വേറൊരവസ്ഥയിലേക്ക് സ്വീകരിക്കപ്പെടുന്ന സന്ദർഭം നമുക്ക് ലഭ്യമാവുക എന്ന് പ്രത്യേകം നാം ഓർക്കണം. ഈ പ്രാർത്ഥനയിൽ
രണ്ടാമത് ഒരു വലിയ കാര്യവും കൂടെ സഭ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കർത്താവേ, ഈ മഹാകൃപയ്ക്ക് ഞങ്ങളെയും വിശ്വാസികളായ ഞങ്ങളുടെ പരേതരെയും യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ പരേതരെയും നമ്മളെപ്പോഴും കുർബാന ചൊല്ലുമ്പോൾ, കുർബാനയുടെ സന്ദർഭത്തിലോ അല്ലാതെയുള്ള പ്രാർത്ഥന അവസരങ്ങളിലോ എപ്പോഴും നമ്മൾ ചേർത്ത് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങളും ഞങ്ങളുടെ പരേതരും. നിനക്കും നിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സദാ സമർപ്പിപ്പാനായി തന്നെ. ഞങ്ങളും ഞങ്ങളുടെ പരേതരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അപ്പോഴേ ഈ സഭയുടെ മുഴു രൂപം ഉണ്ടാവുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എന്നാൽ സഭ പറയുക, മക്കളെ, അങ്ങനെയല്ല. ഈ ലോകം വിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു പോയവരാണ് ഈ ലോകത്തിലായിരിക്കുന്ന നമ്മളെക്കാൾ വളരെ അധികം. ആ വലിയ സംഘത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു വലിയ സംസർഗത്തിൻ്റെ അനുഭവം, അതാണ് ഈ മഹാകൃപ. ആ കൃപയ്ക്ക് ഞങ്ങളെയും ഞങ്ങളുടെ പരേതരെയും യോഗ്യരാക്കി തീർക്കണമേ. ഈ ഫോർമുല വളരെ പ്രധാനമാണ്. ഞങ്ങളും ഞങ്ങളുടെ പരേതരും. അപ്പോഴാണ് ജീവിതത്തിൻ്റെ മുഴു രൂപം ഉണ്ടാവുക. ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മൾ ഈ ലോകം വിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുന്നവർ. അപ്പോൾ ഞങ്ങളും അവരും, ഇവിടെയായിരിക്കുന്ന ഞങ്ങളും നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന അവരും, അതായത് ഞങ്ങളുടെ പരേതരും, ഞങ്ങൾ ഒന്നിച്ച് നിനക്ക് നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സദാ സമർപ്പിപ്പാനായി തന്നെ. അപ്പോൾ ഇവിടെ ശ്രദ്ധേയമായ ഒരു ഊന്നലുണ്ട്. ആ ഊന്നൽ ജീവിതത്തിൻ്റെ മുഴു രൂപം എന്ന് പറയുന്നത്, ലോകത്തിൻ്റെ മുഴു സങ്കല്പം എന്ന് പറയുന്നത്, ജീവിതത്തിൻ്റെ മുഴു രൂപം ഈ ലോകത്തിലായിരിക്കുന്ന ആ അവസ്ഥ മാത്രമല്ല, ഈ ലോകം വിട്ട് ദൈവസന്നിധിയിലായിരിക്കുന്ന സൗഭാഗ്യകരമായ ആ അവസ്ഥയും രണ്ടും കൂടെ ചേരുന്നതാണ്. ലോകം എന്ന് പറയുന്നത് ഈ ലോകം മാത്രമല്ല, ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന പരലോകം, ഇഹവും പരവും, ആ രണ്ടും കൂടെ ചേർന്ന് ഉണ്ടാവുന്ന ലോകത്തെ സംബന്ധിച്ചുള്ള മുഴു സങ്കല്പമാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ജീവിതത്തെ സംബന്ധിച്ചുള്ള മുഴു സങ്കല്പം, പൂർണ്ണ സങ്കല്പം. ഈ ലോക ജീവിതവും വരും കാല ജീവിതവും, ഈ ലോകവും വരും ലോകവും, ഇഹവും പരവും, ഇങ്ങനെ രണ്ടും കൂടെ ചേർന്ന് ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു പൂർണ്ണ സങ്കല്പം, ലോകത്തെ സംബന്ധിച്ചുള്ള ഒരു മുഴു സങ്കല്പം. ഈ കാര്യങ്ങളെല്ലാം ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. കുഞ്ഞുങ്ങളെ, ഇത് നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കണം. ആവർത്തിച്ച് ചിന്തിച്ച് നമ്മളുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു സാക്ഷാത്തായ സങ്കല്പം, സാക്ഷാത്തായ ദർശനം നമ്മൾ പരുവപ്പെടുത്തിയെടുക്കണം. ഈ ലോകം മാത്രമല്ല, വരും ലോകവും കൂടെ. ഈ ലോക ജീവിതം മാത്രമല്ല, ഈ ലോകം വിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോഴുള്ള ജീവിതത്തിൻ്റെ മുഴു രൂപം. ഇത് രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതം പൂർണ്ണമാവുക എന്നുള്ള ഒരു വലിയ കാര്യം. ഗീവർഗീസ് സഹദായെ നാം ഓർക്കുമ്പോൾ, സഹദായുടെ മധ്യസ്ഥതയിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുക തീർച്ചയായുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലോകം വിട്ട് ദൈവതിരുസന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുന്ന സഹദ, ആ സഹദായെ നാം ഓർക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ ഒരു ദർശനം നമ്മളുടെ ജീവിതത്തിൽ പരുവപ്പെടുത്തിയെടുക്കുവാൻ, രൂപപ്പെടുത്തിയെടുക്കുവാൻ, പഠിച്ചെടുക്കുവാൻ സഭ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. കർത്താവേ, നിൻ്റെ പരിശുദ്ധർക്കായി, ഇവർക്ക് സഹത ഉൾപ്പെടെയുള്ള പരിശുദ്ധർക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെയും ഞങ്ങളുടെ പരേതരെയും കൃപയോടെ യോഗ്യരാക്കി തീർക്കണമേ. കുഞ്ഞുങ്ങളെ,
ദൈവത്തിൻ്റെ കൃപ ഞങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഗീവർഗീയ സഹതായുടെയും പരിശുദ്ധരുടെയും മധ്യസ്ഥത കാവലും കോട്ടയുമായിരിക്കട്ടെ.